ഇപ്പൊ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വെറും സാൻഡൽവുഡ് പ്ലാന്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വയനാട് കേന്ദ്രീകരിച്ച് 1400 ഏക്കറിലാണ് നമ്മൾ ഈ പ്രൊജക്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അത് 700 പ്രൊജക്ടുകൾ 2 ഏക്കറിന്റെ 700 പ്രൊജക്ടുകളാക്കിയിട്ടാണ് നമ്മളിത് മാറ്റുന്നത്. എന്നാൽ 2 ഏക്കറിനെ 5 സെന്റ് പൊട്ടുകളാക്കി തിരിച്ചിട്ടാണ് ഓരോ പ്രൊജക്ടുകളും നമ്മളിവിടെ ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 5.5 ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ടൂറിസം പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദനമരങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു കോട്ടേജ് ഇവിടെ പണിയുന്നത്. അപ്പൊ ഈ കോട്ടേജിന്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം ഒന്ന്, ഇതൊരു മഡ് പാക്കേജ്ഡ് ഹൗസ് ആണ്. മഡ് ഹൗസ് എന്നുള്ള രീതിയിലല്ല. മഡ് ഹൗസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ, ചിലരൊക്കെ ചെയ്തിട്ടുണ്ടോ, പക്ഷെ അതിനൊന്നും വലിയൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ എഞ്ചിനീയർമാർ ഇത് കേരളത്തിൽ പല സ്ഥലത്തും, കേരളത്തിനകത്തും പുറത്തൊക്കെ ഒരുപാട് കേവ് ഹൗസുകൾ നിർമ്മിച്ച ഒരു ഗ്രൂപ്പാണ് ഇവിടുത്തെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈ മഡ് പാക്കേജ് ഏകദേശം 75 വർഷം, 50 വർഷത്തിന് മുകളിൽ ഏകദേശം 100 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ടെക്നോളജി. കാരണം നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെറോക്രീറ്റ് ടെക്നോളജി എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഈ ഒരു നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കാരണം ഇതിന്റെ നിങ്ങൾക്കത് കുറച്ച് ദിവസം കണ്ട് ഇത് കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതെങ്ങനെയാണ് ഇതിന്റെ മെഷ് വരുന്നുണ്ട്, അതിനുള്ളിൽ വേറൊരു മെഷ് വരുന്നുണ്ട്. അതെ, 4 ലെയർ മെഷ് വരുന്നുണ്ട്. ആ വ്യക്തി കാണിച്ചുണ്ട്. അതിന്റെ മേലെ 2 സൈഡിലൂടെ 8 ലെയർ പ്ലാസ്റ്ററിംഗ് വരും. 8 ലെയർ പ്ലാസ്റ്ററിംഗ് 2 സൈഡായിട്ട്. പ്ലാസ്റ്ററിംഗ് 8 ലെയർ വരും അല്ലേ? സാധാ നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് അല്ലാണോ? ലെയർ മോഡൽ ഇതിന്റെ മേലെ ഗൗട്ട വീണ്ടും പ്ലാസ്റ്റിക്. ഇതല്ലേ നമ്മുടെ വിൻഡോ റൂം? ഇത് ബാത്റൂമാണ്. ഇതാണ് വിൻഡോ റൂം. ചെറിയൊരു അതെ ഭായി, ജിനേഷ് ഭായി, പൂളിലേക്കൊന്ന് ചാടത്തെ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഇത് പൂള് കവേർഡ്, കവർ ചെയ്തിട്ടുണ്ട് സ്വിമ്മിംഗ് പൂള്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് എടുക്കുന്നത്. നമ്മുടെ കോട്ടേജിന്റെ ഔട്ടർ ഇങ്ങനെയാണ്. എക്സിറ്റ് അപ്പൊ ഇവിടെ ഇത് 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദനമരങ്ങൾ. അപ്പൊ ഇതില് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ബെഡ്റൂമിലാണ്. ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. അപ്പൊ നമ്മളൊരു ഒരു ഗുഹയുടെ ഉള്ളിൽ കയറുന്ന രീതിയിലുള്ള ഒരു പ്രതീകമായിരിക്കും ഇതിന്റെ ഒരു പണി പൂർത്തിയാകുന്ന സമയത്ത് ഉണ്ടാകുക. അപ്പൊ ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് ഒരു വിൻഡോ സ്പേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികൾ, നമ്മളൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കിടക്കാനുള്ള ഒരു ബെഡ് സ്പേസ് ആണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പൊ 2 ബെഡ്റൂമിന്റെ ഒരു ഇതിവിടെ ഓൾറെഡി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ക് കാണുന്നത് ഇങ്ങനെ വിശാലമായ ഒരു ബാത്റൂം, ടോയ്ലറ്റ്, അതോടൊപ്പം ഒരു ഡ്രസ്സിംഗ് റൂം കൂടി ആയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത് നമുക്കറിയാം, ഇവിടെ ഒരു പല റിസോർട്ടുകളിലും ചില ഫാമിലികൾ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനൊക്കെ ഒരു മടിയുണ്ടാവും പലർക്കും നമ്മൾ. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്തു, ഇതിനുള്ളിൽ തന്നെ പുറമേ നിന്ന് കാണാത്ത രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള്, അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ കൂടി അറേഞ്ച് ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു വാട്ടർഫോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം മാതിരി ഒരു സംഭവം കൂടി ഇതിനുള്ളിൽ എപ്പോഴും ഒരു വെള്ളം വീഴുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കുന്നത്. അതായത് ഒരു മിനി വാട്ടർഫോൾസ് എന്ന രീതിയിലുള്ള സംവിധാനം. അപ്പൊ ഇത് നമുക്കിത് കമ്പനി ഗ്രൂപ്പ് ഫാമിങ്ങിലൂടെയാണ് നമ്മൾ തണ്ടനക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ ഒരു ജനകീയമായ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്ട് ഇവിടെ ഈ 5 ഏക്കർ സ്ഥലത്ത് ഏകദേശം 90ഓളം മഡ് പാക്കേജ്, ഈ രീതിയിലുള്ള 90ഓളം കോട്ടേജുകളാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് 60 ലക്ഷം രൂപയാണ് ഇന്നത്തെ വില. നമ്മൾ ഇപ്പോ ഉള്ളൊരു വില 60 ലക്ഷം രൂപയാണ്. പക്ഷെ അത് ഈ 15-ാം തീയതിക്ക് ശേഷം 65 ലക്ഷം രൂപയിലേക്ക് മാറാം. ഇതിന്റെ യഥാർത്ഥ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ പണി കംപ്ലീറ്റ്, ഇതിന്റെ കോമൺ അമ്യൂണിറ്റീസ് അടക്കം പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് വരുന്ന ഏകദേശം 1 കോടിക്ക് മുകളിലാണ്.
കാരണം ആ സമയത്ത് അത് ആ റേറ്റിലേക്ക് അത് മാറും. പക്ഷെ ഇപ്പം നമുക്കിത് 60 ലക്ഷം രൂപക്ക് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലത്തുള്ള ഈ ഒരു പ്രൊജക്ട് നമുക്ക് ആധാരം സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് മേടിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത്. കാരണം ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നമുക്ക് 60 പേര് ചേരുമ്പോൾ അങ്ങനെയും നമുക്ക് ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കാനുള്ള അവസരം. കാരണം നമ്മളെ പേരിൽ അത് ഗ്രൂപ്പായിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുന്നു, അതൊരു കമ്പനിയായിട്ട് ഫോം ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, അവിടുന്ന് നമുക്ക് ലഭിച്ചേട്ടാ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാം. ഇപ്പൊ MD വന്നിട്ടുണ്ട്, MD തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കും. അവിടെ ഇതിന്റെ വിശാലം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാനുള്ള അവസരമുണ്ട്. അത് പ്രത്യേകം പറയും. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കാനുള്ള. പിന്നെ മറ്റെന്തെങ്കിലും ഈ കാണുന്ന കാര്യത്തിൽ ഇപ്പൊ ഏകദേശം ഒരു 3-4 കോട്ടേജിന്റെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോ ഏകദേശം കമ്പനി പറഞ്ഞിട്ടുള്ളത് ആഗസ്റ്റ് 1 നമുക്കെല്ലാം ഒന്നുകൂടി ഇവിടെ വരണം. കാരണം ആഗസ്റ്റ് 1 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് നമ്മളൊരു ലോഞ്ചിങ് കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഏകദേശം ആഗസ്റ്റ് 1 പറഞ്ഞിട്ടുള്ളത്. അതിൽ നിർമ്മാണത്തിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കൃത്യമായ ഒരു വിവരം ഉണ്ടാവും. 60 ലക്ഷം. അപ്പൊ ഈ 60 ലക്ഷം രൂപ കൊണ്ട് കോട്ടേജ് വാങ്ങിയാൽ എന്താ ഗുണം? പെർ മന്ത് 20,000 രൂപയാണ് ഇതിന്റെ വാടക. ഓക്കെ, 20,000. അപ്പൊ ഒരു മാസം എത്ര കിട്ടും? 20,000 പിന്നെ 30 എത്രയായി? പെർ ഡേ 20,000. അപ്പൊ 30 ദിവസം പോയാൽ 6 ലക്ഷം രൂപ ഒരു മാസം. ഒരു കൊല്ലം എത്രയായി? 72 ലക്ഷം രൂപ. എത്ര ഇൻവെസ്റ്റ്മെന്റ്? എത്രയാ രൂപയുടെ വില? 60 ലക്ഷം. അതിന്റെ വാടക 72 ലക്ഷം രൂപ. മുടക്കിയ പൈസ ഒരു കൊല്ലത്തിന് 12 ഞങ്ങൾ സർവീസാക്കി രൂപ. ഓക്കെ, ബാക്കി പൈസ തരുള്ളൂ. അപ്പൊ നിയറസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 30 ദിവസം വാടകയ്ക്ക് പോയാൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസ സേവ്. ഇനിയോ ബാക്കി 14 കൊല്ലം ഇതിന്റെ വാടക ലാഭം. 15 കൊല്ലം കഴിയുമ്പോൾ 16 മരങ്ങൾ മുറിച്ചു കൊടുക്കുമ്പോൾ എന്തുണ്ടാവില്ല? അതിൽ നിന്ന് കിട്ടും ഒരു 4 കോടി രൂപ. പിന്നെന്ത് കിട്ടും? കോട്ടേജ് വീട് വാടക കൊടുക്കാം, വീട് ചന്ദ്രൻ. അതായത് എവരി 15 കൊല്ലം. ഞാൻ ചെറിയൊരു കണക്കെടുക്കുകയാണ്. അതായത് ഇത് 30 ദിവസം വാടകയ്ക്ക് പോയാലാണ് 20,000 വെച്ച് 6 ലക്ഷം കിട്ടുള്ളൂ. 15 ദിവസം പോയാലോ 3 ലക്ഷം. ഓക്കെ, ഞങ്ങൾ ഏറ്റവും ചെറിയ 5 ദിവസം പോയുള്ളൂ. വെറും 5 days, 4 ഞായറാഴ്ച, ഒരു ശനിയാഴ്ച പോയി. അതൊക്കെയാണ് അല്ലെ? അങ്ങനെ പോയാൽ പോലും ഇവിടെ 20,000 രൂപ വെച്ച് 5 ദിവസം പോയാൽ എത്രയും? 20,000 രൂപ വെച്ച് 1 ലക്ഷം രൂപ അല്ലെ? അപ്പൊ 1 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു കൊല്ലം എത്രയും? 12 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ വെച്ചിട്ട് ഈ 15 കൊല്ലം വാടകയ്ക്ക് പോയാൽ കിട്ടുന്ന വാടകയാണ് 1,80 ലക്ഷം രൂപ. ഓൺലി 5 days. ഇനി ചതുര മരത്തിൽ കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ റവന്യൂ കൂടുമ്പോൾ അതിൽ 16 മരങ്ങൾ 87,000 വെച്ച് കൂട്ടുമ്പോൾ 2,80 ലക്ഷം രൂപ. ചന്ദ്രത്തിന് ബാക്കി പാർസൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 1,15,20,000. ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് 5,75,20,000 രൂപ. ഇത് കിട്ടിയാലും കയ്യിലെന്തുണ്ട്? സാധനം അല്ലെ? സാധനം നമ്മുടെ കയ്യിൽ തന്നെയല്ലേ? ലാൻഡ് നമ്മുടെ കയ്യിൽ തന്നെ. ഓക്കെ, വെറും 5 ദിവസം പോയാൽ. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് 60 ലക്ഷം രൂപ കൊടുത്ത് എല്ലാവർക്കും സ്വന്തമാക്കാൻ പറ്റും. യെസോണോ? അതിന് ഇന്ന് ആരും ചെയ്യാത്ത, അതായത് നേരത്തെ പറഞ്ഞു, നിങ്ങൾ ബേസിക് നീഡ്സിലാണെങ്കിലും നിങ്ങൾക്കൊന്ന് മുകളിലേക്ക് പൊന്തണമെങ്കിലും ആരെങ്കിലും ഒരു സഹായം ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ